മദ്രസ ഗൈഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 4ാം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ വന്ന തജ്വീദിൻ്റെ ചോദ്യപേപ്പറാണ്. നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി വന്ന ചോദ്യങ്ങൾ യോജിച്ചവ ചേർക്കാം എന്നതാണ്. ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെ വരുന്നുണ്ട്. ആ ചോദ്യങ്ങളോട് യോജിച്ചവ അതിന് നേരെ എഴുതി കൊടുക്കണം വേണ്ടത്. അപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇദ്ഗാമുൽ മുതമാസിലൈനി, രണ്ടാമത്തേത് ഇദ്ഗാമുൽ മുതജാനിസൈനി, മൂന്നാമത്തേത് ഇദ്ഗാമുൽ മുതഖാരിബൈനി. ഈ 3 കാര്യങ്ങൾ ഇദ്ഗാമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. നമ്മളെ 4-5 പാഠങ്ങളിൽ വന്ന കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണെന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇദ്ഗാമുൽ മുതമാസിലൈനി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം. എന്തായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ളതും രണ്ടാമത്തെ അക്ഷരം ഹർക്കത്തുള്ളതുമാണെങ്കിൽ അവിടെ ഇദ്ഗാം ചെയ്യുക നിർബന്ധമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് രണ്ടും ഒരേ അക്ഷരങ്ങളാണെങ്കിൽ അതിന് മുതഖാരിബൈനി എന്ന് പറയില്ലേ. അതുപോലെ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന വ്യത്യസ്തമായ 2 അക്ഷരങ്ങളിൽ ഒന്നാമത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതും ആണെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യണം? അത് തമ്മിൽ ഇദ്ഗാം ചെയ്യൽ വാജിബാണ്. അങ്ങനെയുള്ള ഇദ്ഗാമുകൾക്ക് എന്ത് പറയും? മുതജാനിസൈനി എന്ന് പറയില്ലേ. അതുപോലെ മഖ്റജിൽ വളരെ അടുപ്പമുള്ള 2 അക്ഷരങ്ങൾ ഒന്നാമത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതുമാണെങ്കിൽ അവിടെയും ഇദ്ഗാം ചെയ്യൽ വാജിബാണ് അല്ലേ. അങ്ങനെയുള്ളതിന് എന്ത് പറയും? മുതഖാരിബൈനി എന്നും പറയും. അപ്പോൾ ഇങ്ങനെ 3 രൂപത്തിലുള്ള ഇദ്ഗാമുകളെക്കുറിച്ച് നമ്മൾ 4-5 പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ വന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇദ്ഗാമുൽ മുതമാസിലൈനിക്ക് ഉദാഹരണം. ഒരേ അക്ഷരങ്ങളാണ് മുതമാസിലൈനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഇന്നശ എന്ന് പറഞ്ഞാൽ ഇൻ എന്നുള്ളതിന് സുക്കൂന് പിന്നെ നശ ഇല്ലേ. അപ്പോൾ അതാണ് ഒരേ അക്ഷരങ്ങളാണ്. ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹർക്കത്തുമാണ്. അപ്പോൾ അതിനെ തമ്മിൽ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഇന്നശ ഇല്ലേ. അപ്പോൾ അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇദ്ഗാമുൽ മുതജാനിസൈനിയാണ്. ഇർക്കം മഅന എന്നതാണ് അവിടെ ശരിയായത്. ഇർക്ക ബാ ആണ്, ബാവിന് സുക്കൂനാണ്, പിന്നത് മീമാണ്, മീമിന് ഹർക്കത്താണ്. അപ്പോൾ ഇർക്കം മഅന എന്നാണ് പറയാം അല്ലേ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇദ്ഗാമുൽ മുതജാനിസൈനി. കാരണം അതിൻ്റെ മഖ്റജുകൾ ഏകദേശം ഒരേ രൂപത്തിലുള്ള മഖ്റജുകളാണ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം ഇദ്ഗാമുൽ മുതഖാരിബൈനിയാണ്. മുതഖാരിബൈൻ എന്ന് പറയുമ്പോൾ മഖ്റജിൽ വളരെ അടുപ്പമുള്ള 2 അക്ഷരങ്ങളായിരിക്കും അല്ലേ. ബർ റബ്ബുക്കും, ലാമിന് സുക്കൂനാണ്, ശേഷമുള്ള റായിന് ഹർക്കത്താണ്. അവ രണ്ടും ഇദ്ഗാം ചെയ്ത് പാരായണം ചെയ്യണം. ബർ റബ്ബുക്കും എന്നാണ് അവിടെ ശരിയായത്. ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം റുബ്ബ ഖാരിഇൻ ലിൽ ഖുർആനി വൽ ഖുർആനു ഡാഷ്. എന്തായിരുന്നു? ഒന്നാമത്തെ പാഠത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. അൽ ഖുർആനു യൽഅനുഹു എന്നുണ്ടായിരുന്നത് അല്ലേ. യൽഅനുഹു ശപിക്കും എന്ന രൂപത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഒരുപാട് ഖിറാഅത്ത് ഓതുന്ന ആളുകളെ, പല ആളുകളെയും ഖുർആൻ ശപിക്കുന്നുണ്ട് അല്ലേ. അതെന്താണ്? നമ്മൾ അതിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള പാരായണത്തിനെ കുറിച്ച് പറഞ്ഞതാണല്ലേ. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത ചോദ്യം പറയുന്നത് ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഡാഷ്. അതും ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു അല്ലേ. ഒന്നാമത്തെ പാഠത്തിൽ അത്തരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ബറാഅത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരായത്താണ്. ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടയിൽ കറാഹത്തുമാവുന്നില്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ എന്താണ്? ഡാഷ് ഹറാമാണ് അല്ലേ. ഹറാം ആണ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടതല്ലേ. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഓരോ ഉദാഹരണം വീതം എഴുതാം എന്ന രൂപത്തിലുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം ഇഖ്ഫാഇനിക്ക് ഉദാഹരണം ഏതാണ് വേണ്ടത്? നമ്മൾ ഇഖ്ഫാനെ കുറിച്ച് ഏത് പാഠത്തിലാണ് പഠിച്ചത്? ഇഖ്ഫ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിൻ്റെ ഇഖ്ഫ ഉണ്ടോ. സാക്കിനായ മീമിൻ്റെ ഇഖ്ഫാനെ കുറിച്ച് പഠിച്ചത് എവിടെയാണെന്നോ? എന്താണ് ഉദാഹരണം? വഹും ബിഹി മുസ്തംസിക്കൂൻ എന്നതാണ്. വഹും ബിഹി എന്നാണ് ഓതുക. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അടുത്ത ചോദ്യമുള്ളത് ഇദ്ഹാറിന് ഉദാഹരണമാണ്. സാക്കിനായ മീമിൻ്റെ ശേഷം ബ അല്ലാത്ത അല്ലെങ്കിൽ മീമല്ലാത്ത എല്ലാ അക്ഷരം വന്നാലും ഇദ്ഹാറാണ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വകുന്തും അസ്വാജൻ സലാസ, വകുന്തും കുന്തും അസ്വാജ് എന്നുള്ളിടത്ത് ഇദ്ഹാറാണ് ഉണ്ടാവുക. അപ്പം അതൊക്കെ നമ്മൾ പാഠത്തിൽ ഉദാഹരണങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇദ്ഗാമിന് ഉദാഹരണം ഏതാണ്? അവിടെ
എന്താണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താ? സാക്കിനായ മീമിന് ശേഷം മീമ് വരണം അല്ലേ? അപ്പോൾ അവിടെ അലം നഖ്ലുക്കും മിൻ മാഇൻ മഈൻ എന്നുള്ള ഉദാഹരണത്തിൽ അലം നഖ്ലുക്കും എന്ന് അവിടെ സുക്കൂനുണ്ട്, പിന്നെ മീമ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായ ഉദാഹരണം. അപ്പോൾ ആ രൂപത്തിൽ ഉദാഹരണങ്ങൾ ഇദ്ഹാറിൻ്റെയും ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. എന്നാലാണ് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഇനി അടുത്ത ചോദ്യം വരുന്നത് പൂർത്തിയാക്കാം എന്ന രൂപത്തിലുള്ള ചോദ്യമാണ്. അവിടെ പാഠത്തിലുള്ള ചില ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും ഡാഷ്. എന്താണ് അതിൻ്റെ ഉത്തരം? ഒന്നാമത്തെ പാഠത്തിൽ നിന്നുണ്ടായിരുന്നു, അനുഗ്രഹീതമാണ് എന്നാണ് അതിൻ്റെ ഉത്തരം അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ബറാഅത്ത് സൂറത്തിൻ്റെ ഇടയിൽ ബിസ്മി ചൊല്ലൽ എന്തായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു? കറാഹത്താണ് അല്ലേ? തുടക്കത്തിൽ ഹറാമും ഇടയിൽ കറാഹത്തുമാണ് അല്ലേ? മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഡാഷ്. അതും ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ടായിരുന്നു പാഠത്തിൻ്റെ. ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഇബാദത്താണ് എന്നാണ് അല്ലേ? ഈ അടുത്ത ചോദ്യം ഉള്ളത്, ശദ്ദുള്ള മീമും നൂനും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് ഡാഷ്. എന്തായിരുന്നു? ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ നിർബന്ധമാണ് അല്ലേ? നമ്മളെ മൂന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു, ശദ്ദുള്ള മീമും നൂനും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ നിർബന്ധമാണ്. ഒരു അലിഫിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം വന്നത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. ഇദ്ഗാം എന്ന് പറയുന്നു എന്തിന്? ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ? സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദോടുകൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുക അല്ലേ? അത് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ്. അവിടെയാണ് നമ്മൾ മുത്തമാസിലൈനി, മുത്തഖാരിബൈനി, മുത്തജാനിസൈനി ഒക്കെ നമ്മൾ ആ ഭാഗത്താണ് പഠിച്ചതില്ലേ? അതും അതിൻ്റെ തൊട്ടടുത്ത പാഠത്തിൽ കൂടിയായിട്ടാണ് പഠിച്ചത് ഇല്ലേ? അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കാണ്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, മദ്ദിയായ അക്ഷരങ്ങളെ മുത്തമാസിലൈനി ആയാലും ഇദ്ഗാം ചെയ്യുകയില്ല, എന്തുകൊണ്ട്? അത് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചതാണല്ലേ? യാ, വാവ് തുടങ്ങിയ നീട്ടാനുള്ള അക്ഷരങ്ങളെ മുത്തമാസിലൈനി ആയാലും ഇദ്ഗാം ചെയ്യുകയില്ല. അങ്ങനെ ചെയ്താൽ നീട്ടൽ ഇല്ലാതാവുമെന്ന് പറഞ്ഞത്. നമുക്ക് ആ നീട്ടുക എന്നുള്ള ഒരു മദ് ഉണ്ടല്ലോ, അത് ഇല്ലാതാവും. അതുകൊണ്ടാണ് മുത്തമാസിലൈനിയിൽ അവയെ ഇദ്ഗാം ചെയ്യാത്തത് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിൽ മൂന്നാമത്തെ ചോദ്യം, ഇദ്ഗാമുൽ മുത്തഖാരിബൈനി. മുത്തഖാരിബൈനി എന്ന് ഹർഫുകളെ പറയുന്നത് എപ്പോഴാണ് ഹർഫുകളെക്കുറിച്ച് മുത്തഖാരിബൈനി എന്ന് പറയാം? മഖ്റജിൽ അടുപ്പമുള്ളതോ കൂടുതൽ സിഫത്തുകളിൽ യോജിച്ചതോ ആയ ഹർഫുകളെയാണ് എന്ത് പറയുക? മുത്തഖാരിബൈനി എന്ന് പറയല്ലേ? അത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിലുണ്ട്, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം വരുന്നത് വ്യക്തമാക്കാം എന്ന ചോദ്യമാണ്. താഴെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഇദ്ഗാമുൽ മുത്തമാസിലൈനി എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ് മുത്തമാസിലൈനി എന്ന് പറഞ്ഞാൽ? ഒരേപോലത്തെ രണ്ടക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുന്നതിനാണ് ഇദ്ഗാമുൽ മുത്തമാസിലൈനി എന്ന് പറയല്ലേ? അടുത്ത ചോദ്യം ഉള്ളത് ഇദ്ഗാമുൽ മുത്തജാനിസൈനി. അതെന്താണ്? ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുന്നതിനാണ് ഇദ്ഗാമുൽ മുത്തജാനിസൈനി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഉള്ളത് സുക്കൂനുള്ള മീമിൻ്റെ ഇഖ്ഫാ. സുക്കൂനുള്ള മീമിന് ശേഷം അക്ഷരങ്ങൾ വരുന്നതിനനുസരിച്ച് 3 നിയമങ്ങളാണുള്ളത്: ഇഖ്ഫാ, ഇൽഹാർ, ഇദ്ഗാം. അതിൽ ഇഖ്ഫാ എന്താണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. എന്തായിരുന്നു? സുക്കൂനുള്ള മീമിന് ശേഷം ബ എന്ന അക്ഷരം വന്നാൽ അല്ലേ? അപ്പോൾ അതാണ് ഇഖ്ഫാ. അപ്പോൾ അത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ചോദ്യം പൂരിപ്പിക്കാം എന്ന ചോദ്യമാണ്. ബറാഅത്ത് അല്ലാത്ത എല്ലാ ഡാഷ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്താണ്. എന്താണ് അവിടെ വിട്ടുപോയത്? ഒന്നാമത്തെ പാഠത്തിലുള്ള ഭാഗമാണ്. ബറാഅത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്താണ് എന്നതാണ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ 4ാം ക്ലാസ്സിലെ തജ്വീദിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാഠങ്ങൾ പഠിക്കുക. നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ഉണ്ടാകും. അവയൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് നല്ല രൂപത്തിൽ തയ്യാറെടുത്തിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോവുക. അങ്ങനെ പോയാൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.